ഇന്നിപ്പോൾ പിയ സുനിൽ ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗും വളരെ സ്ട്രാറ്റജിക്കായ ഒരു മീറ്റിംഗാണ്. കാര്യം അതിൽ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, വിദേശകാര്യമന്ത്രിയുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ റോയുടെ മേധാവിയുണ്ട്. റോയുടെ മേധാവിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമുണ്ട്. റോയുടെ മേധാവി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ സ്ട്രാറ്റജിക്കായ ലൊക്കേഷനെ കുറിച്ച് ഏറ്റവും കൃത്യമായ ധാരണയുള്ള ആളാണ് റോയുടെ മേധാവി. ഒപ്പം അജിത് ഡോവലും ഇതേ കാര്യങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ള ആളാണ്. മാത്രവുമല്ല ഇത്തരം കാര്യങ്ങളെ സമ്പൂർണ്ണമായി നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ റോയുടെ മേധാവിയും ഒപ്പം തന്നെ NSAയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും വിദേശകാര്യമന്ത്രിയും ഒരുമിച്ച് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ യോഗം ചേരുമ്പോൾ അത് വളരെ നിർണായകമായ ഒരു സ്ട്രാറ്റജിക് മീറ്റിംഗ് ആയിട്ട് മാറുകയാണോ? ഒരുപക്ഷെ പ്രത്യാക്രമണത്തിനുള്ള തുടക്കം എന്ന മട്ടിൽ പിയ സുനിൽ? തീർച്ചയായും അരുൺ, ഏതായാലും പാകിസ്ഥാൻ ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഏതായാലും ആ നിലയിൽ കൂടുതൽ ഗൗരവമായ ആലോചനകൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് ഒരുപാട് കൂടിയാലോചനകൾ നടന്ന ശേഷമാണ് കൂടുതൽ ഈ ഒരു സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നത്. നമുക്കറിയാം, ഇതുപോലൊരു സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും പിന്നീട് സൈന്യം പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമൊക്കെ തന്നെ 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. ഏതായാലും അതിനുശേഷം ചേരുന്ന സുരക്ഷാകാര്യ സമിതിയാണ് ഇന്നത്തേത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുക, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് തീരുമാനിക്കുക. അപ്പോൾ അതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ യോഗത്തിലേക്ക് ഇപ്പോൾ റോ മേധാവി കൂടി വരുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യമന്ത്രി ഒക്കെ വരുമ്പോൾ തീർച്ചയായും അടുത്ത നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം തുടരുകയാണ്. അത് സാധാരണ നിലയിലല്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്, വിമാന സർവീസുകളില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ ഈ വിമാനങ്ങളെ, സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പോൾ വായുമാർഗം ഒരു പ്രത്യാക്രമണം നടത്തുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പാകിസ്ഥാനെ പോലെ കണ്ണും പൂട്ടി ഒരു ആക്രമണം നടത്തുന്ന ശൈലിയല്ല ഇന്ത്യയുടേത്. എല്ലാ കാര്യങ്ങളും എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ഇന്ത്യക്ക് ഒരു നീക്കം നടത്താനാകൂ. ഒരുപാട് ഉത്തരവാദിത്വത്തോടെ മാത്രമേ അക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോകരാഷ്ട്രങ്ങളോടൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയ ശേഷമാണ് പാകിസ്ഥാനിലെ ക്യാമ്പുകൾ തുടരണം. ഞാൻ എന്നെ കോട്ടിയിരുന്നൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, ഇപ്പോൾ 1 പാകിസ്ഥാൻ ഡ്രോൺ ഹാസ് ഹിറ്റ് എ റെസിഡൻഷ്യൽ ഏരിയ ഇൻ ഫിറോസ്പൂരിലെ ഒരു വാസസ്ഥലത്തിന് നേരെ ഒരു പാക് ഡ്രോൺ പതിച്ചിട്ടുണ്ട്. അവിടെയുള്ള 3 പേർക്ക് പരിക്കുപറ്റിയെന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നു. ടു കോട്ട് ANI 3 പേർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്ന, ഒരു ഫാമിലിയിലെ 3 പേർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് എന്നാണ് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിറോസ്പൂരിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. ANIയുടെ ഫീഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നമുക്ക് ആ വാർത്ത കൊടുക്കാവുന്നതാണ്. ഫിറോസ്പൂരിലെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവന്തിപുര എയർഫോഴ്സ് ബേസിനെ ലക്ഷ്യമാക്കി അയച്ച ഒരു ഡ്രോൺ ഇപ്പോൾ സൗത്ത് കാശ്മീരിൽ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് എയർ സ്റ്റേഷനുകളെയും എയർഫോഴ്സ് ബേസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്നലെയും തുടർച്ചയായിട്ട് ജയ്സാൽമീറിലാണെങ്കിലും ജമ്മു ആണെങ്കിലും ശരി, നിരന്തരം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രോൺ ഫയറിംഗ് ഇന്നും എയർഫോഴ്സ് ബേസിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അവന്തിപുരയിലുള്ള ഒരു ഡ്രോൺ അല്പസമയം മുൻപ് ഇന്ത്യ നിർവീര്യമാക്കി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. കോട്ട് ഇന്ത്യ ടുഡേ. ഇപ്പോൾ നമുക്കൊപ്പം സായികുമാർ കൂടി ചേരുന്നുണ്ട്. സായികുമാർ, ഫിറോസ്പൂരിലടക്കം നിരവധി മേഖലകളിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ടാണ്. അവിടെയൊക്കെ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതായി ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടും നമ്മൾ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് 3 പേർക്കാണ്. ആ പരിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നത് ഫിറോസ്പൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സായികുമാർ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ഫിറോസ്പൂരിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഈ വിവരം വരുന്നത്. നേരത്തെ അവിടെ ഇത്തരത്തിൽ വെടിവെച്ച ശബ്ദമൊക്കെ കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അല്പം മുമ്പാണ് ജനവാസ മേഖലയിൽ ഒരു ഡ്രോൺ പതിച്ചതായുള്ള വിവരങ്ങൾ ANI അടക്കമുള്ള വാർത്താ ഏജൻസികൾ നൽകുന്നത്. അതിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് പരിക്കേറ്റത്. അവരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്കിൻ്റെ നില എങ്ങനെയാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി ലഭിക്കണം. ഒരു കുടുംബത്തിലെ ആളുകൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്.
ഇപ്പോൾ അവിടെയാണ് ഒരു ജനവാസ മേഖലയിൽ ഡ്രോൺ പതിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസവും ജനവാസ മേഖലയിലേക്ക് ഡ്രോൺ വന്നിരുന്നെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ നേരത്തെ മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ ഫിറോസ്പൂരിലും നേരത്തെ മുതൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു, അവിടെയും ഡ്രോൺ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ ഒരു ഡ്രോൺ പതിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് എന്നെ അടക്കമുള്ള വാർത്താ ഏജൻസികൾ നൽകുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. ആ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എന്നെ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പിയാ സുനിൽ ഒരുപക്ഷെ നമുക്കൊപ്പം ചേരും. കർത്താർപൂർ കോറിഡോർ ഇന്ന് ബ്ലോക്ക് ചെയ്തിരുന്നതാണ്. കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലുള്ള ഗുരുദ്വാര പോയി സന്ദർശിച്ച് തിരികെ വരാനുള്ള കർത്താർപൂർ ഇടനാഴി വളരെ സേഫ് ആയിട്ടുള്ള ഇടനാഴിയാണ്. ഏതു സാഹചര്യത്തിലും ആ ഇടനാഴി നമ്മൾ അടുത്ത കാലത്ത് തുറന്ന ഇടനാഴിയാണ്. അപ്പോൾ കർത്താർപൂർ ഇടനാഴിയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടു കോട്ട് CNN, കർത്താർപൂർ ഇടനാഴിയിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.